ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പഠിക്കാം. ഇന്ന് പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങി വെച്ചിട്ടില്ല, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്കതിനെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. മെയിനായിട്ട് 3 രീതിയാണ് പറയുന്നത്. ഒന്ന് ഓൺ ദി ബേസിസ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ്, 2 ഒബ്ജക്റ്റീവ്, 3 മോഡ് ഓഫ് ഓപ്പറേഷൻ. ഈ 3 വിധത്തിലാണ് നമ്മൾ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഒന്നാമത്തേത് ഓൺ ദി ബേസിസ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ്. നമ്മൾ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അനാലിസിസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഓൺ ദി ബേസിസ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് analysis is classified into 2: internal analysis and external analysis. Internal analysis means analysis is done by the internal parties. External analysis means analysis done by the outsiders. അതായത് ബിസിനസ്സിന് അകത്തുള്ളവർ തന്നെ, ബിസിനസ്സിലെ ആളുകൾ തന്നെയാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും ഒക്കെ അനലൈസ് ചെയ്യുന്നത് എങ്കിൽ അതിന് ഇൻറ്റേർണൽ അനാലിസിസ് എന്ന് പറയും. അത് പുറമേ നിന്നുള്ള ഒരാളെ വെച്ചിട്ടാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത് എങ്കിൽ അതിനെ എക്സ്റ്റേണൽ അനാലിസിസ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് ദി അനാലിസിസ്. ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, നമ്മുടെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ഷോർട്ട് ടൈം അനാലിസിസ് ആൻഡ് ലോങ് ടൈം അനാലിസിസ്. ഷോർട്ട് ടൈം അനാലിസിസ് ഈസ് ഡൺ ടു ഡിറ്റർമൈൻ ദർ ഈസ് എ സഫിഷ്യൻറ്റ് ഓർ റിക്വയർഡ് ഫണ്ട്സ് ഫോർ ഷോർട്ട് ടൈം ബിസിനസ്. കുറഞ്ഞ കാലയളവിലേക്ക്, അല്ലെങ്കിൽ കുറച്ച് കാലത്തെ ഒരു 3 മാസത്തേക്കോ 6 മാസത്തേക്കോ 1 വർഷത്തേക്കൊക്കെയുള്ള നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്താൻ ആവശ്യമായ ഫണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന്, ഷോർട്ട് പീരീഡിലേക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഷോർട്ട് ടൈം അനാലിസിസ് എന്ന് പറയും. Long term analysis means to analyze or determine the financial solvency, stability and future earning capacity of the business. ബിസിനസ്സിൻ്റെ സോൾവൻസി, അതായത് ബാധ്യതകളൊക്കെ കൊടുത്ത് വീട്ടാനായിട്ടുള്ള അസറ്റ് ഉണ്ടോ, സഫിഷ്യൻറ്റ് അസറ്റ് ഈസ് റിക്വയർഡ് ടു മീറ്റ് ദി ലയബിലിറ്റീസ്. ദെൻ സ്റ്റെബിലിറ്റി ഓഫ് ദ ബിസിനസ് ആൻഡ് ഫ്യൂച്ചർ ഏർണിംഗ് കപ്പാസിറ്റി. സോൾവൻ്റ് ആയിട്ടുള്ളൊരു കമ്പനിയാണോ, കുറേ വർഷങ്ങളിലേക്ക്, 1-2 മാസത്തേക്ക് സ്റ്റേബിൾ ആണോ, സോൾവൻ്റ് ആണോ എന്നുള്ളതല്ല, കുറേ വർഷത്തേക്ക്, നീണ്ട ഒരു കാലയളവിലേക്ക് കമ്പനി സോൾവൻ്റ് ആയിരിക്കുമോ, സ്റ്റേബിൾ ആണോ, ഇതിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി ഒരു 5 വർഷത്തേക്ക് ഇതിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടായിരിക്കും. അങ്ങനൊരു ലോങ് പീരീഡിലേക്കുള്ള സോൾവൻസിയും സ്റ്റെബിലിറ്റിയും ഫ്യൂച്ചർ ഏണിംഗ് കപ്പാസിറ്റിയും ഒക്കെ അനലൈസ് ചെയ്യുന്നതിനെയാണ് ലോങ് ടൈം അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് ഓൺ ദി ബേസിസ് ഓഫ് മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറയും. അതായത് മോഡ് ഓഫ് ഓപ്പറേഷൻ, നമ്മൾ ഏത് രീതിയാണ് അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ആ രീതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ഹൊറിസോണ്ടൽ അനാലിസിസ് ആൻഡ് വെർട്ടിക്കൽ അനാലിസിസ്. ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എ നമ്പർ ഓഫ് ഇയേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അനലൈസ്ഡ്. കുറേ വർഷങ്ങളിൽ, 4-5 വർഷത്തെ അല്ലെങ്കിൽ 2-3 വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് നമ്മൾ പഠനം നടത്തുന്നത് എങ്കിൽ അതിനെ ഹൊറിസോണ്ടൽ അനാലിസിസ് അഥവാ ഡൈനാമിക് അനാലിസിസ് എന്ന് പറയും. ഇനി ഒരു വർഷത്തെ, ഒരു പെർട്ടിക്കുലർ ഡേറ്റിലെ ഡിഫറെൻ്റ് ഐറ്റത്തിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് എങ്കിൽ, അത് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത് എങ്കിൽ അതിനെ വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറയും. ഹൊറിസോണ്ടൽ അനാലിസിസിന് ഉദാഹരണം 2 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തമ്മിൽ കമ്പാരിസൺ നടത്തുക. അതിൻ്റെ ആ സോൾവൻസി റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ആ പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 2 വർഷത്തെ ബാലൻസ് ഷീറ്റിനെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ ഹൊറിസോണ്ടൽ എന്ന് പറയും. അതേസമയം ഒരു പെർട്ടിക്കുലർ ഇയറിലെ തന്നെ ഡിഫറെൻറ്റ് ഐറ്റത്തിനെ, ഒരു വർഷത്തെ ബാലൻസ് ഷീറ്റിൽ നിന്ന് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റും ഫിക്സഡ് ലയബിലിറ്റിയും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ പഠിക്കുന്നത് എങ്കിൽ അതിനെ വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറയും. അങ്ങനെ മൊത്തത്തിൽ 6 വരുന്നുണ്ട്. മെയിനായിട്ട് 3 ആ 3 ക്ലാസിഫിക്കേഷന് 2 തരത്തിലുള്ള അനാലിസിസ് വരുന്നുണ്ട്. ഒന്നുകൂടി പറയാം: Financial analysis is broadly classified into 3: on the basis of material used, on the basis of objective, on the basis of mode. On the basis of material used, internal analysis and external analysis. On the basis of objective, short time and long time. On the basis of mode of operation, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ്
ഏതൊക്കെയാണ്? 6 തരത്തിലുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണുള്ളത്. 1 കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, 2 കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, 3 ട്രെൻഡ് അനാലിസിസ്, 4 റേഷ്യോ അനാലിസിസ്, 5 ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, 6 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെ 6 ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ 3 എണ്ണത്തെ ചേർത്തിട്ട് നമ്മൾ ഒരു ചാപ്റ്ററായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ട്രെൻഡ് അനാലിസിസ്. ഇത് 3 കൂടി നമ്മളിപ്പോൾ തുടങ്ങിയ 2ാമത്തെ ചാപ്റ്ററിനകത്ത് വരുന്നതാണ്. നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ റേഷ്യോ അനാലിസിസ്, 4ാമത്തെ ചാപ്റ്റർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, 5ാമത്തെ ചാപ്റ്റർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഈ രീതിയിലാണ് നമ്മുടെ 6ാമതൊരു ചാപ്റ്ററും കൂടിയുണ്ട്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ് വേറൊരു ചാപ്റ്ററുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് ഈ ടൂൾസ് ആൻഡ് ടെക്നിക്സ് നമ്മുടെ തുടർന്ന് വരുന്ന 4 ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ 1ാം പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. 1ാമത്തേത് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കമ്പാരറ്റീവ് എന്നുള്ള പേരിൽ തന്നെ നമുക്കറിയാം കമ്പയർ ചെയ്യുകയാണ്. 2ഓ അതിലധികം വർഷങ്ങളിലെയോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു പഠനം. 2ഓ 3ഓ വർഷങ്ങളിലെ ബാലൻസ് ഷീറ്റിനെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള പഠനം. അതാണ് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ബാലൻസ് ഷീറ്റിനെ കമ്പയർ ചെയ്തുകൊണ്ടാണെങ്കിൽ അതിനെ നമ്മൾ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ അതിനെ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. മനസ്സിലായോ? കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ്, മറ്റൊന്ന് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. 2 സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് ഓൺലൈൻ ആയത് കാരണം മനസ്സിലാകാൻ വേണ്ടി അതിൻ്റെ സ്റ്റെപ്സിൻ്റെ നോട്ടൂടെ ഞാൻ തരുന്നുണ്ട്. എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്പ് എന്താണ്. അപ്പോൾ 5 കോളമാണ് നമ്മൾ ഇതിനായിട്ട് വരയ്ക്കുന്നത്. 1ാമത്തെ കോളം പെർട്ടിക്കുലേഴ്സ് കോളം, 2ാമത്തേത് പ്രീവിയസ് ഇയറിലെ എമൗണ്ട്, 2 വർഷം തരുമല്ലോ, അപ്പോൾ 1ാമത്തെ വർഷത്തെ എമൗണ്ട്. 3ാമത്തെ കോളം കറൻറ്റ് ഇയറിലെ എമൗണ്ട്. 4ാമത്തെ കോളം ഈ പ്രീവിയസ് ഇയറും കറൻറ്റ് ഇയറും തമ്മിലുള്ള ഡിഫറൻസ്, ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 5 ലക്ഷമാണ്, ഈ വർഷം 7 ലക്ഷം ആണെങ്കിൽ ഇൻക്രീസ് അല്ലേ, അപ്പം ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന കോളത്തിൽ 2 ലക്ഷം എന്ന് എഴുതണം. 5ാമത്തെ കോളം പേഴ്സൻറ്റേജ് കോളം. ആ പേഴ്സൻറ്റേജ് കോളത്തിൽ ഇൻക്രീസിനെ അല്ലെങ്കിൽ ഡിക്രീസിനെ നമ്മൾ പ്രീവിയസ് ഇയറിലെ എമൗണ്ടുമായിട്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇൻക്രീസ് ഓർ ഡിക്രീസിനെ പ്രീവിയസ് ഇയറിലെ എമൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പെർസെൻറ്റേജ് കിട്ടുന്നത്. അങ്ങനെ ഓരോ ഐറ്റത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ഓർ ഡിക്രീസ് കണ്ടുപിടിക്കുന്നു, പെർസെൻറ്റേജ് കാണുന്നു. സിമ്പിളാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് 2010ലെയും 2011ലെയും ബാലൻസ് ഷീറ്റാണ് തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് വീഡിയോ കാണുക. അതിൻ്റെ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്ക് നോക്കി. ഫസ്റ്റ് കോളം പെർട്ടിക്കുലേഴ്സ്, സെക്കൻഡ് കോളം 2010, തേർഡ് കോളം 2011, ഫോർത്ത് കോളം ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്, ഫിഫ്ത്ത് കോളം പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, എത്ര ശതമാനം വർദ്ധിച്ചു എത്ര ശതമാനം കുറഞ്ഞു അതാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് അസറ്റ് എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യുക. അതിന് താഴെ ഫിക്സഡ് അസറ്റ്, അതിനെയും അണ്ടർലൈൻ ചെയ്യുക. ഫിക്സഡ് അസറ്റിൽ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന 1ാമത്തേത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിലെ 2010ലെ എമൗണ്ട് 3 ലക്ഷം, അത് ആ കോളത്തിൽ എഴുതുക. 2011ലെ എമൗണ്ട് 2,70,000, അത് അടുത്ത കോളത്തിൽ എഴുതുക. 3,70,000, 2,70,000 അങ്ങനെ എഴുതുക. എന്നിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം കാണുക. വ്യത്യാസം എത്രയുണ്ട്? 2010 3,70,000 ഉണ്ടായിരുന്നു, 2011 അത് 2,70,000 ആയിട്ട് കുറഞ്ഞു പോയി. എത്ര രൂപ കുറഞ്ഞു? 1 ലക്ഷം രൂപ കുറഞ്ഞു. അപ്പം ഡിക്രീസ് അല്ലേ? ഡിക്രീസിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചേർത്ത് വേണം ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന കോളത്തിൽ എഴുതാൻ. അപ്പോൾ ഇവിടെ 1 ലക്ഷം രൂപ കുറഞ്ഞു പോയതുകൊണ്ട് -1 ലക്ഷം എന്ന് ആ കോളത്തിൽ എഴുതണം. മനസ്സിലായോ? ഇനി പെർസെൻറ്റേജ് കോളത്തിലേക്ക് വരിക. പെർസെൻറ്റേജ് കോളത്തിൽ 1 ലക്ഷത്തിനെ 3,70,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നുകൂടി പറയാം. ഇൻക്രീസ് ഓർ ഡിക്രീസിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? പ്രീവിയസ് ഇയർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഡിക്രീസ് -1 ലക്ഷം ഉണ്ട്. ഈ -1 ലക്ഷത്തിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം?
പ്രീവിയസ് ഇയറിലെ എമൗണ്ട് എത്രയാണ്? 3,70,000. 3,70,000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 27% എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി അടുത്ത ഐറ്റം, അടുത്ത ഫിക്സഡ് അസറ്റ് ഏതാണ്? ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് എന്ന് എഴുതുക. അത് ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് അല്ലല്ലോ, പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി 4 ലക്ഷം ഉണ്ട്, 6 ലക്ഷം ഉണ്ട് അല്ലേ? അപ്പോൾ കഴിഞ്ഞ വർഷം 4 ലക്ഷം, ഈ വർഷം 6 ലക്ഷം. ഇൻക്രീസ് അല്ലേ? 2 ലക്ഷം രൂപ ഇൻക്രീസ് ചെയ്തു. അപ്പം 2 ലക്ഷം എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? 2 ലക്ഷത്തിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ എത്രയായിരുന്നു എമൗണ്ട്? 4 ലക്ഷം. 4 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 ലക്ഷത്തിനെ 4 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0.5 കിട്ടുന്നത്. അതിനെ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 50% എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇൻക്രീസ് ഓർ ഡിക്രീസിനെ നമ്മൾ പ്രീവിയസ് ഇയറിലെ എമൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പെർസെൻറ്റേജ് കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ ഫിക്സഡ് അസറ്റ് ഫർണിച്ചർ. 20,000, 25,000. 5,000 രൂപ ഇൻക്രീസ് ചെയ്തു. 5,000നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 20,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 25%. ഇനി അതർ ഫിക്സഡ് അസറ്റ്. അതർ ഫിക്സഡ് അസറ്റ് എത്രയൊക്കെയാണ്? 25,000, 30,000. 5,000 ഇൻക്രീസ് ചെയ്തു. 5,000നെ 25,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 20% എന്ന് കിട്ടും. അപ്പോൾ എല്ലാ ഫിക്സഡ് അസറ്റിൻ്റെയും നമ്മൾ ആ പെർസെൻറ്റേജ് കണ്ടുപിടിക്കും. അവിടെ എന്ത് ചെയ്യുക? എമൗണ്ട് കോളങ്ങളെല്ലാം വരയ്ക്കുക. എന്ത് ചെയ്യണം? 2010 എമൗണ്ടിൻ്റെ ടോട്ടൽ കാണണം, 2011 എമൗണ്ടിൻ്റെ ടോട്ടൽ കാണണം, ഇൻക്രീസ് ഓർ ഡിക്രീസിൻ്റെ ടോട്ടൽ കാണണം. മനസ്സിലാവുന്നുണ്ടോ? 2010 ടോട്ടൽ 8,15,000, 2011 ടോട്ടൽ 9,25,000. അതിനുശേഷം ഇൻക്രീസ് ഓർ ഡിക്രീസിലേക്ക് വരുമ്പോൾ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ പ്ലസ് സൈനും ഉണ്ട്, മൈനസ് സൈനും ഉണ്ട്. അപ്പോൾ രണ്ടും നമ്മളെ വ്യത്യാസമാണ് വരുന്നത്. 1 ലക്ഷം മൈനസ് ആണ്, പിന്നെ 2 ലക്ഷം ഉണ്ട്, 2,500 ഉണ്ട്. അപ്പോൾ എത്രയായി? 2,10,000 ആയി. 1 ലക്ഷം മൈനസ് ആയതുകൊണ്ട് ഈ 2,10,000 നിന്ന് ഈ 1 ലക്ഷം മൈനസ് ചെയ്യണം. അതേസമയം 1 ലക്ഷവും പ്ലസ് ആയിരുന്നെങ്കിൽ നമുക്ക് 3,10,000 അവിടെ ടോട്ടൽ കാണിക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ 1 ലക്ഷം മൈനസ് ആയതുകൊണ്ട് ഈ 2,10,000 നിന്ന് 1 ലക്ഷം മൈനസ് ചെയ്തിട്ട് നമുക്ക് എത്ര കിട്ടും? 1,10,000 കിട്ടും. ഇനി പെർസെൻറ്റേജും അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. അത് ആഡ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1,10,000 അല്ലേ നമുക്ക് ഈ ഡിഫറൻസ് എമൗണ്ട് കിട്ടിയേക്കുന്നത്, ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നുള്ള എമൗണ്ട് കിട്ടിയേക്കുന്നത്. ആ 1,10,000നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ ടോട്ടൽ എത്രയാണ് വരുന്നത്? 8,15,000. ആ 8,15,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഇൻക്രീസ് ഓർ ഡിക്രീസ് കോളത്തിൻ്റെ ടോട്ടലിനെ പ്രീവിയസ് ഇയറിൻ്റെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 13.5% എന്നാണ് കിട്ടുന്നത്. ഇവിടെ കിട്ടിയോ? ഓരോ ഫിക്സഡ് അസറ്റും എഴുതുക, 2 വർഷത്തേതും എഴുതുക, അതിൻ്റെ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് എഴുതുക. ഇൻക്രീസ് ഓർ ഡിക്രീസിനെ പ്രീവിയസ് ഇയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ഓരോ ഐറ്റം എഴുതുക. എന്നിട്ട് ടോട്ടൽ അസറ്റ് കഴിയുമ്പോൾ തന്നെ അവിടെ ടോട്ടൽ ചെയ്യുക. എന്നിട്ട് ഏതാണ് ഇൻക്രീസ് ഓർ ഡിക്രീസ് കോളത്തിൻ്റെ ടോട്ടലിനെ പ്രീവിയസ് ഇയറിൻ്റെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ ആ പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസും നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഫിക്സഡ് അസറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാണ്? കറൻറ്റ് അസറ്റ്. കറൻറ്റ് അസറ്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. ബി കറൻറ്റ് അസറ്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. കറൻറ്റ് അസറ്റിൽ ഒന്നാമത്തേത് ഏതാണ്? ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ പ്രീവിയസ് ഇയറിൽ 20,000, കറൻറ്റ് ഇയറിൽ 80,000, 20,000 ആൻഡ് 80,000. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഇൻക്രീസ് ആണ്. 60,000 രൂപ ഇൻക്രീസ് ഉണ്ട്. അപ്പോൾ ഇൻക്രീസ് ഓർ ഡിക്രീസ് കോളത്തിൽ 60,000 രൂപ എഴുതുക. ആ 60,000നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 20,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കിട്ടുന്നത് 300% എന്നാണ്. 20,000 ഡിവൈഡഡ് ബൈ 60,000 ആണ് കിട്ടിയേക്കുന്നത് അല്ലേ? 60,000 ആണ് ഇൻക്രീസ് ആയിട്ട് കിട്ടിയേക്കുന്നത്. 60,000 ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ 20,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 300%. അതായത് കറൻറ്റ് അസറ്റ് 2010 നിന്ന് 2011 വന്നപ്പോഴേക്കും 300%ൻ്റെ വർധനവുണ്ടായിട്ടുണ്ട്.
ഇനി സൺട്രി ഡെപ്റ്റേഴ്സ് 2 ലക്ഷം ഉണ്ടായിരുന്നത് ഇപ്പം 2,50,000 ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ഓർ ഡിക്രീസ് കോളത്തിൽ 50,000. പിന്നെ എന്ത് ചെയ്യണം? 50,000-നെ 2 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 25% കിട്ടും. അടുത്ത കറണ്ട് അസറ്റ് ബിൽസ് റിസീവബിൾ 1,50,000 90,000. 1,50,000 ഉണ്ടായിരുന്നത് 90,000 ആയിട്ട് കുറഞ്ഞു പോയി. 60,000 രൂപ കുറഞ്ഞു. -60,000 ഇൻക്രീസ് ഓർ ഡിക്രീസ് കോളത്തിൽ. എന്നിട്ടോ ഈ -60,000-നെ 1,50,000-വുമായിട്ട് ഡിവൈഡ് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -40%. അടുത്തത് സ്റ്റോക്ക് 2,50,000 അത് 3,50,000 വർദ്ധിച്ചു. 1,00,000 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. പെർസെൻറ്റേജ് 40,000. പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് പ്രീവിയസ് ഇയറിൽ ഇല്ലായിരുന്നു, കറൻറ്റ് ഇയറിൽ അത് 2,000 ആയിട്ടുണ്ട്. അപ്പം വർധനവല്ലേ? പ്രീവിയസ് ഇയറിൽ ഇല്ലായിരുന്നു, ഇപ്പം 2,000 ആയെങ്കിൽ അത് വർധനവാണ്. ഇൻക്രീസ് കോളത്തിൽ 2,000 എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫിക്സഡ് അസറ്റ് ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യണം? കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ എടുക്കുക. കറണ്ട് അസറ്റ് ക്യാഷ്, സൺട്രി ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക്, പ്രീപെയ്ഡ്, പ്രീവിയസ് ഇയറിലെയും കറണ്ട് ഇയറിലെയും ടോട്ടൽ എടുക്കണം. അതുപോലെ തന്നെ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് കോളത്തിൻ്റെയും ടോട്ടൽ എടുക്കണം. അവിടെ മൈനസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തന്നെ ചെയ്യണം. പ്ലസ് സൈനുകളെല്ലാം ആദ്യം കൂട്ടുക, അതിന് ശേഷം മൈനസ് അതിൽ നിന്ന് കുറയ്ക്കുക. എന്നിട്ട് ഇൻക്രീസ് ഓർ ഡിക്രീസ് കോളത്തിലെ എമൗണ്ടിനെ പ്രീവിയസ് ഇയറിൻ്റെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറണ്ട് അസറ്റിൻ്റെ ഇൻക്രീസ് പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. 24.5% 2010 നിന്നും 2011 വന്നപ്പോൾ കറണ്ട് അസറ്റിന് വർധനവ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം അടുത്ത ലൈനിൽ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ എഴുതുക ടോട്ടൽ എന്ന്. ടോട്ടൽ എന്ന് പറയുമ്പം A+B. A എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്, B എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്. അപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ ടോട്ടലും കറണ്ട് അസറ്റിൻ്റെ ടോട്ടലും കൂടിയാണ് അവിടെ കാണിക്കേണ്ടത്. ഫിക്സഡ് അസറ്റിൻ്റെ ടോട്ടൽ എത്രയുണ്ട്? 8,15,000 ഉണ്ട്. കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ 6,20,000 ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 14,35,000. അതുപോലെ തന്നെ 2011 ഫിക്സഡ് അസറ്റ് 9,25,000 ഉണ്ട്. കറണ്ട് അസറ്റ് 7,22,000 ഉണ്ട്. അതിൻ്റെ ടോട്ടൽ 16,97,000. അതേപോലെ തന്നെ ഇൻക്രീസ് ഓർ ഡിക്രീസ് കോളം ഫിക്സഡ് അസറ്റിന് 1,10,000 ഉണ്ട്. കറണ്ട് അസറ്റിന് 1,52,000 ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ 2,62,000. മനസ്സിലായോ? ഇനി പെർസെൻറ്റേജ് തമ്മിൽ കൂട്ടി വെക്കരുത്. പെർസെൻറ്റേജിൻ്റെ വ്യത്യാസം കാണുന്നത് എങ്ങനെയാണ്? ഇപ്പം നമുക്ക് ടോട്ടൽ കോളത്തിൽ 2,62,000 ആണുള്ളത്. ഈ 2,62,000-നെ പ്രീവിയസ് ഇയറിൻ്റെ ടോട്ടലായ 14,35,000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ എത്ര ഇട്ടേക്കുന്നത്? 18.25. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് 2010 നിന്ന് 2011 വന്നപ്പോൾ നമ്മുടെ ടോട്ടൽ അസറ്റ്, ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും ചേർന്നിട്ടുള്ള ടോട്ടൽ അസറ്റിൻ്റെ വർധനവ് നിരക്ക് അത് പ്ലസ് തന്നെയായിട്ട് നമുക്ക് കിട്ടുന്നത് 18.25% അസറ്റ് നമുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഫിക്സഡ് അസറ്റിന് സെപ്പറേറ്റ് കണ്ടു, കറണ്ട് അസറ്റിൻ്റെ സെപ്പറേറ്റ് കണ്ടു, പിന്നെ ടോട്ടൽ അസറ്റും കണ്ടു. മനസ്സിലായോ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്? കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും കൂടി 18.25% വർധനവ് വന്നിട്ടുണ്ട് എന്ന്. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലയബിലിറ്റീസും ചെയ്യണം. അപ്പോൾ അടുത്ത ഹെഡിങ് കൊടുക്കുക, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ എന്ന ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് ഫിക്സഡ് ലയബിലിറ്റി എന്ന് പേര് കൊടുക്കണം. ഫിക്സഡ് ലയബിലിറ്റി ആയിട്ട് നമുക്കുള്ളത് ഷെയറും റിസർവ്സ് ആൻഡ് സർപ്ലസും ആണുള്ളത്. അപ്പം ഷെയർ എന്ന് എഴുതി 2010 എമൗണ്ട് 6 ലക്ഷം, 2011 8 ലക്ഷം. ഇൻക്രീസ് അല്ലേ? ഇൻക്രീസ് ഓർ ഡിക്രീസ് കോളത്തിൽ 2 ലക്ഷം. പെർസെൻറ്റേജ് എങ്ങനെ കാണും? 2 ലക്ഷത്തിനെ 6 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻക്രീസ് ഓർ ഡിക്രീസിൽ വരുന്നത് 2 ലക്ഷമാണ്. ഈ 2 ലക്ഷത്തിനെ പ്രീവിയസ് ഇയറിലെ എമൗണ്ട് 6 ലക്ഷം. 6 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
6 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് കിട്ടും. അടുത്തത് റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ളതാണ്. അത് 2010 3,30,000 ഉണ്ട്, 2011 2,22,000 ഉണ്ട്. അവ തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു പോവുകയാണ് ചെയ്തത് അല്ലേ. 2010 3,30,000 2011 ആയപ്പോഴേക്കും 2,22,000 കുറഞ്ഞു പോയി. അപ്പം -1,08,000 1,80,000 കുറഞ്ഞ് നെഗറ്റീവ് സംഖ്യയായിട്ട് വന്നു. അതിൻ്റെ പെർസെൻറ്റേജ് -32.79. ഇനി എന്ത് ചെയ്യാം, അടുത്ത ഈ ഷെയർ ക്യാപിറ്റലും റിസർവും കൂടി കൂട്ടുക. ആ കൂട്ടുന്നതിന് ടോട്ടൽ നല്ല പേര് കൊടുക്കുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നാണ്. ഷെയർ ക്യാപിറ്റലും റിസർവും തമ്മിലുള്ള ടോട്ടലിന് പറയുന്ന പേര് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 9,30,000 10,22,000 എന്ന് കിട്ടും. അതിൻ്റെ ഡിഫറൻസ് എത്ര വരുന്നുണ്ട്? 2 ലക്ഷവും 1,80,000 തമ്മിലുള്ള ഡിഫറൻസ് 92,000 കിട്ടുന്നുണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് 9.89%. ഇനി മറ്റൊരു ഫിക്സഡ് ലയബിലിറ്റിയാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. 2 ലക്ഷം 3 ലക്ഷം ഇൻക്രീസ് ചെയ്തു, 1 ലക്ഷം ഇൻക്രീസ് ചെയ്തു, അതിൻ്റെ പെർസെൻറ്റേജ് 50%. പിന്നെ ലോങ് ടൈം ലോൺ എന്ന് ഒരു ലയബിലിറ്റി ഉണ്ട്. അത് 1,50,000 ഉണ്ടായിരുന്നത് ഇപ്പം 2 ലക്ഷമായിട്ട് മാറിയിട്ടുണ്ട്. 50,000 രൂപ ഇൻക്രീസ് ആയിട്ടുണ്ട്, 33% വർധനവുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ കൂട്ടുക. ഏതൊക്കെ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ഡിബഞ്ചറും ലോങ് ടൈം ലോണും എല്ലാം കൂടി ഒന്നിച്ച് ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് 12,80,000 15,22,000 എന്ന് കിട്ടും. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് 2,42,000. ഈ 2,42,000 12,80,000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18.94% കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിക്സ്ഡ് ലയബിലിറ്റി കഴിഞ്ഞു. ഇനി കറൻറ്റ് ലയബിലിറ്റി ബി എന്ന് പേര് കൊടുക്കുക. കറൻറ്റ് ലയബിലിറ്റി അതിനകത്ത് വരുന്നത് ബിൽസ് പേയബിൾ. 50,000 ഉണ്ടായിരുന്നത് ഇപ്പം 45,000 ആയിട്ട് കുറഞ്ഞു പോയി. അപ്പോൾ എങ്ങനെ വരും? ഇൻക്രീസ് ഓർ ഡിക്രീസ് കോളത്തിൽ -5,000 വരും. അതിൻ്റെ പെർസെൻറ്റേജ് 10%. അടുത്ത കറൻറ്റ് ലയബിലിറ്റിയാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. അത് 10,000 ഉണ്ടായിരുന്നത് ഇപ്പം 1 lakh ഉണ്ടായിരുന്നത് 1,20,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. പെർസെൻറ്റേജ് 20%. അതർ കറൻറ്റ് ലയബിലിറ്റീസ് 5,000 ഉണ്ടായിരുന്നത് 10,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു, 5,000 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പെർസെൻറ്റേജ് വരുന്നത് 100%. ഇനി നമ്മൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ, നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന പേരിൽ ഫിക്സഡ് ലയബിലിറ്റീസിൻ്റെ ടോട്ടലില്ലേ, ആ ടോട്ടലിൻ്റെ കൂടെ ഈ കറൻറ്റ് ലയബിലിറ്റീസും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 14,35,000 16,97,000 കിട്ടും. അവ തമ്മിലുള്ള ഡിഫറൻസ് 2,62,000. ഈ 2,62,000 14,35,000 ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18.25% കിട്ടും. ഈ 18.5% തന്നെയാണ് ഏതിലും വരുന്നത്? കറൻറ്റ് അസറ്റിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടും വരുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്ന എമൗണ്ട് ടോട്ടൽ എന്ന് പറഞ്ഞാൽ A+B എന്നുള്ള ടോട്ടലിൻ്റെ എമൗണ്ടും അതിൻ്റെ പെർസെൻറ്റേജും എല്ലാം ഏതിന് സെയിം ആയിരിക്കണം? അസറ്റിൻ്റെ സെയിം ആയിരിക്കണം. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.